അപ്പൊ ഗൈസ് നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു സ്കാമറിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ സ്കാമറിന്റെ പേര് നോക്കണം, നഫാഫ് എന്നാണ് അവന്റെ പേര്. അവന്റെ വീട് മലപ്പുറം കാര്യങ്ങളൊക്കെയാണ്. ഈ അക്കൗണ്ട് അവൻ എങ്ങനെ സ്കാമും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് വെച്ചാൽ അക്കൗണ്ട് ബൈൻഡ് റിക്കവറി ഓപ്ഷൻ വെച്ചിട്ടാണ് അക്കൗണ്ട് സ്കാം നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ അവന്റെ നമ്പർ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ഷെയർ ആക്കി അവസാനം ഇന്ന് രാവിലെ അക്കൗണ്ട് തിരിച്ച് കിട്ടി. പക്ഷെ ഇതുപോലെ കുറെ ആൾക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങൾ സ്കാം ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അക്കൗണ്ട് വാങ്ങുന്ന ടൈമിൽ ബൈൻഡ് ആണോ എന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായി? അപ്പൊ കുറെ സ്കാമേഴ്സ് ഉണ്ട്. അവരുടെ ഈ സ്കാമറിന്റെ പ്രൂഫും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ആഡ് ആക്കാം. മനസ്സിലായി? അതിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ആക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സെയിലാക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറി വരിക. അപ്പൊ എന്നിട്ട് അവന് മാക്സിമം ഈ വീഡിയോ ഷെയർ ആക്കുക. ഇതേപോലെ കുറെ ആൾക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങൾ സ്കാം ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ അൺബൈൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ ആ ഒരു ഡീലറിനെ അക്കൗണ്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു മെയിൽ ബൈൻഡ് ആണെങ്കിൽ ആ മെയിൽ അൺബൈൻഡ് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ റിക്കവറി മെയിലും കാര്യങ്ങളൊക്കെ ആഡ് ആക്കണം. ഇല്ല വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് 100% സ്കാം ആയി പോകും. നിങ്ങൾ ഒരു അക്കൗണ്ട് ഒരു ഡീലറിനെ നിന്നും പോയി വാങ്ങി ആ ട്രസ്റ്റ് ബേസിൽ നിങ്ങൾ വാങ്ങണ്ട. മനസ്സിലായി? നിങ്ങൾ ഇപ്പോൾ 2000 രൂപയുടെ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർ ട്രസ്റ്റഡ് ആയിരിക്കും. അതേസമയം നിങ്ങൾ ഒരു 10,000 രൂപയുടെ അക്കൗണ്ട് വാങ്ങാൻ പോകുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികം ചിന്തിക്കുന്നത് ഈ ഒരു അക്കൗണ്ട് വാങ്ങി വെച്ചോ റിക്കവർ അടിച്ചോ ഒന്നും വരില്ല എന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. മനസ്സിലായാ? അപ്പോൾ അത് മെയിനായി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളും സ്കാം ആയി പോവില്ല. എനിക്കിത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫണ്ട് കാര്യങ്ങൾ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എനിക്ക് അവൻ എൻ്റെ സ്കാം ആക്കിയിട്ട് പോയി ഞാൻ ഗ്രൂപ്പിൽ നമ്പറും കാര്യങ്ങളും ഷെയർ ആക്കി എനിക്ക് അക്കൗണ്ട് കിട്ടി. അതേസമയം നിങ്ങളുടെ അക്കൗണ്ട് പോയ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഞാനൊരു ഡീലർ ആയതുകൊണ്ട് എനിക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റി. അതേസമയം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ പറയുന്നു.